ചോറ്റാനിക്കരയിൽ എന്തിനാണ് നാരായണ എന്ന് ജപിക്കുന്നത്? അമ്മയെ വിളിച്ചു കഴിഞ്ഞു നാരായണ ചൊല്ലി മന്ത്രം അവസാനിപ്പിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ്? മലയാളക്കരയുടെ അമ്മേ നാരായണ മൂലമന്ത്രം എങ്ങനെയാണ് ചോറ്റാനിക്കരയിൽ വന്ന് പിറവികൊണ്ടത്? നോക്കാം. നമ്മൾ എല്ലാ ദേവീക്ഷേത്രത്തിൽ വലിയ ഒരു ബോർഡ് കാണും, അമ്മേ നാരായണ എന്ന്. എന്നാൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ അമ്മേ നാരായണയുടെ മൂലസ്ഥാനം ഇത് എവിടുന്ന് വന്നു എന്ന്? ഒരു പക്ഷേ നിങ്ങളിൽ പലരിലും സംശയം തോന്നിയ വസ്തുതയും ഇത് തന്നെയാണ്. ചോറ്റാനിക്കര അമ്മ മലയാളക്കരയുടെ തറവാട്ടമ്മയാണ്. ആദിമൂല ഭഗവതിയായി, ആദി പരാശക്തിയായി കേരള മണ്ണിൽ ചോറ്റാനിക്കര ദേശത്ത് അവതരിച്ച മലയാളക്കരയുടെ മുഴുവൻ പോറ്റമ്മയായി മാറിയ ഭഗവതി. രുദ്രാക്ഷശിലയിൽ ചോറ്റാനിക്കര അമ്മയോടൊപ്പം കാണുന്ന ചെറിയ ശില നാരായണൻ തന്നെയാണ്. വലിയ ശിലയിൽ ദേവിയും, ദേവിയുടെ ചാരെ ചെറിയ ശില മഹാവിഷ്ണുവിനെയും കുറിക്കുന്നു. നിർമ്മാല്യ ദർശനവേളയിലും അഭിഷേകവേളയിലും അമ്മയെയും നാരായണനെയും ഒരുമിച്ച് ശ്രീലകത്ത് കാണാം. ആയതിനാൽ ഒരേ പീഠത്തിൽ തുല്യശക്തിയായി ദേവിയോടൊപ്പം നാരായണൻ നിലകൊള്ളുന്നതിനാൽ അമ്മയെ വിളിച്ചു കഴിഞ്ഞു നാരായണ ചൊല്ലി മന്ത്രം അവസാനിപ്പിക്കുന്നു. എവിടെ പോയി അമ്മേ നാരായണ എന്ന് ജപിച്ചാലും വന്നത് ചോറ്റാനിക്കരയിൽ നിന്നുമാണ് ഈ മന്ത്രം എന്ന് മറക്കാതെ ഇരിക്കുക. വിഷ്ണു ദുർഗയാണ് അമ്മ. നാരായണ സോദരിയായും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സ്ത്രീരൂപം മായാമോഹിനി രൂപം തന്നെയാണ് മേൽക്കാവിൽ നടയിലെ ചോറ്റാനിക്കര അമ്മ. ഭഗവാന്റെ പ്രാണേശ്വരി രാധിക ദേവിയായും മഹാവിഷ്ണുവിൻ്റെ വാമഭാഗത്തോട് ചേർന്നിരിക്കുന്നവൾ അമ്മ ദേവി എന്ന് വിശേഷിപ്പിക്കുന്നു. ഏവർക്കും മംഗളം ഭവിക്കട്ടെ. സർവം ശ്രീ